ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലവട്ടം അവരുടെ അതായത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയെ പറ്റിയുള്ള റിപ്പോർട്ടുകളിൽ ഇത് ചൂണ്ടിക്കാണിച്ച എല്ലാ വേളകളിലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനത്താണ് കേരളം വരുന്നത്. അതായത് കടമെടുപ്പിൻ്റെ വളരെ ഉയർന്ന പരിധി വിട്ട് കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമതോ മൂന്നാമതോ ഒക്കെയാണ് കേരളം വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ തൊട്ട് മുൻപത്തെ റിപ്പോർട്ടിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളം മൂന്നാമത്തെ സ്ഥാനത്താണ്. പഞ്ചാബ്, രാജസ്ഥാൻ, കേരളം ഈ 3 സംസ്ഥാനങ്ങളാണ് എടുക്കാവുന്ന പരിധിയിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്നത്. പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് കാണിച്ചു ഈ പ്രാവശ്യത്തെ സഞ്ചിത കടത്തിൻ്റെ ലെവല് 36.05% ഓഫ് GSDPയിലാണ് എത്തി നിൽക്കുന്നത്. അത് ഇപ്പോൾ ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കടമാണ്. വർഷാവസാനമാകുമ്പോഴേക്കും ഒരു പക്ഷേ കടം അതിനേക്കാളൊക്കെ വളരെ ഉയർന്നു പോവുകയും ചെയ്യാം. അങ്ങനെ കേരളം കടക്കണിയിലേക്ക് ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളാകണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം നിർമ്മല സീതാരാമൻ പറഞ്ഞു കിഫ്ബി വഴി. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇങ്ങനെ 36.05% കടത്തിൽ നിൽക്കുമ്പോഴാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്തിരിക്കുന്ന കടം ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കറിയാം ഇവിടെ കേരളത്തിൽ KTDFCയുടെ കടത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ, അതായത് അതിലെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോയപ്പോൾ ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത രീതിയിൽ കേരളം ധനപ്രതിസന്ധിയിലാണെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ച ചോദ്യം, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ അവസ്ഥയിലാണോ കേരളം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ചീഫ് സെക്രട്ടറി അതിന് ഉത്തരം സീരിയസ് ആയിട്ട് കൊടുത്തില്ല. പക്ഷേ ഉത്തരം കൊടുക്കാമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോവുകയുണ്ടായത്. അപ്പോൾ അത്ര ഗൗരവം ഫിനാൻഷ്യൽ എമർജൻസി, അതായത് നമ്മളൊരു കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി എന്ത് ചെയ്തു? കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടത്തിന് നമ്മുടെ ഈ പൊതു കടത്തിനകത്ത്, അതായത് ബജറ്റിനകത്തെ കടത്തിനകത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഭാഗം ഈ വർഷത്തെ കടത്തിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കടുംവെട്ടായി വെട്ടിമാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആരെയാ കുറ്റം പറയുക? കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിച്ചു എന്നാണോ? കേന്ദ്രം സംസ്ഥാനത്തെ സംരക്ഷിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നു? ഒരമ്മ എടുക്കേണ്ട മുൻകരുതലാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ 36.05%-നും മുകളിലാകും മറ്റേ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും കൂടി വഴിയെടുത്ത കടം കൂട്ടിച്ചേർത്താൽ. അങ്ങനെ വന്നാൽ അത് കേരളത്തെ മറ്റെല്ലാ സംസ്ഥാനത്തേക്കാളും കടമുള്ള ഏറ്റവും 1ാം നമ്പർ കടമായ സംസ്ഥാനമാക്കി മാറ്റും. അത് ഒരു പക്ഷേ നമ്മളെ ഫിനാൻഷ്യൽ എമർജൻസിയിലേക്കും കൊണ്ടുപോയി എന്ന് വരാം. കടക്കെണിയിലേക്ക് പോകുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ബെയിൽ ഔട്ട് ചെയ്യേണ്ട ഒരു ദുർഗതി വന്നേക്കാം. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നിർമ്മല സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ഇങ്ങനെയൊരു കടുംവെട്ട് വെട്ടിയത്. പക്ഷേ ആ കടുംവെട്ട് വെട്ടിയത് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ 3 മാസം കൊണ്ട്. അത് നിർമ്മല സീതാരാമൻ കടുംവെട്ട് വെട്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവർ ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ധർമ്മമാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാത്തതും അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധർമ്മം ചെയ്യുന്നതിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ 30,000 കോടിയെങ്കിലും അത്യാവശ്യമാണ് ഈ 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ പദ്ധതി ചെലവ് 18% നിൽക്കുകയാണ്. സംസ്ഥാന പദ്ധതി ചെലവും അതുപോലെ തന്നെ താഴ്ന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട നമുക്കറിയാമല്ലോ, പല സ്ഥലത്തും അതായത് ഹൗസിങ്ങിൻ്റെ പദ്ധതികൾ, ലൈഫ് മിഷൻ പദ്ധതി ഇന്ന് തന്നെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതാനും വർഷം മുൻപ് ശ്രീ പിണറായി വിജയൻ തന്നെ കല്ലിട്ട ആലപ്പുഴയിലെ ഒരു ഹൗസിംഗ് സ്കീം,
അതുപോലെ കാട് മൂടി അവിടെ കൊണ്ടിട്ട കമ്പിയെല്ലാം ദ്രവിച്ച് അവിടെ കൊണ്ടിട്ട മറ്റ് സാധനങ്ങൾ മറ്റുള്ളവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാവുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും അവിടെയെല്ലാം ഭരണമില്ലാത്തതിൻ്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും കാണാനൊക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചത് സത്യം പറഞ്ഞാൽ ഈ പറയപ്പെട്ട എന്താ പറയുക ഭരണത്തിൻ്റെ അഭാവം, ഭരണചക്രം തിരിക്കേണ്ടവർ ആ സ്ഥലം വിട്ട് ഇതുപോലെ കറങ്ങി കേരളീയമെന്നും നവകേരള സദസ്സെന്നും പറഞ്ഞൊക്കെ നടന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി അതിൻ്റെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെ ഒരു ദേശത്തെ മുഴുവനും പരിത്യജിച്ചിട്ട് താൻ ഭരിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ജനത്തെ പരിത്യജിച്ചിട്ടാണ് ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരും നടക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു.